വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ എളുപ്പത്തിൽ മുന്തിരി വൈൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. വെറും 2 ദിവസം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മുന്തിരി വൈൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലാക്ക് റൈസിൻസ് കൊണ്ടാണ്, ഉണക്ക മുന്തിരി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതേപോലെ നല്ല സ്വാദിഷ്ടമായ ഒരു വൈൻ തന്നെയാണ്. അപ്പം ക്രിസ്മസ് ആകുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വൈൻ ഇടാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി വളരെ നല്ലതാണ്. ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അന്ന് രുചിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ലൊരു രുചി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഉണക്ക മുന്തിരി വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉണക്ക മുന്തിരിയാണ്. കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി, അതിൽ ധാരാളം അഴുക്കുകളുണ്ടാവും, അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കഴുകുന്നത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ കഴുകി വരുമ്പോൾ ചെറുതായിട്ട് അതുപോലെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 10ഓളം ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 10ഓളം ഗ്രാമ്പു, 2 വലിയ കഷ്ണം പട്ട, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, കുറച്ച് ഇഞ്ചി. ഇത്രയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ 1/2 കിലോ മുന്തിരി ആയതുകൊണ്ട് 250 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഉണക്കമുന്തിരിക്ക് നല്ല മധുരം ഉണ്ടാവും. പിന്നെ 1.5 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കുക. നമ്മൾ മുന്തിരി എപ്പോഴും വേവിച്ചിടുമ്പം പെട്ടെന്ന് തന്നെ ആ ഒരു മുന്തിരിയുടെ ചാറ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് വേവിച്ചിടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വൈൻ ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ നാരങ്ങ ഒരു 4 കഷ്ണമായിട്ടിട്ടുണ്ട്. ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തന്നെ തിളക്കണം. ഏകദേശം ഒരു ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം തിളച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലും ഇട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നന്നായിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ കണ്ടത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂറോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ വെന്തതിന് ശേഷം ഒരുവിധം ഒന്ന് വെന്തതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഇത് തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ രാവിലെയാണ് തയ്യാറാക്കുന്നത്. ഇത് രാവിലെ തയ്യാറാക്കി നമ്മൾ ഒരു ഉച്ചയോടുകൂടി ഇത് നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ നമുക്ക് ഉച്ചയോടുകൂടി കുപ്പിയിലിട്ട് വെച്ചാൽ ഇത് കണ്ടു ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനത് ഗ്യാസ് ആ സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ടായി. ഇനി ചൂടാറി വരുമ്പോൾ അതിലുള്ള ആ ഒരു നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് എടുത്ത് കളയാം. നമ്മൾ കുപ്പിയിലിട്ട് വെക്കുമ്പോൾ നാരങ്ങ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 കഷ്ണമായിട്ടുണ്ടായിരുന്നു, 4 കഷ്ണം ഞാൻ ഇട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നർ നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെടുക്കുന്ന കുപ്പി, വൈനിടുന്ന കുപ്പി മറ്റുള്ള അച്ചാറോ വേറെ ഒന്നും തന്നെ ഇട്ട് വെക്കുന്ന കുപ്പി ആകരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തപ്പോൾ. അതുപോലെ എടുക്കുന്ന ആ ഒരു കയ്യിലും നമ്മൾ മറ്റുള്ള കറികളിൽ ഇടുന്നത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ വൈൻ ഉണ്ടാക്കിയ പാത്രം ആ വൈനും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതെല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണല്ലോ ഞാനിത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എന്താ പറയുക, പെട്ടെന്ന് തന്നെ വൈൻ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടി നമ്മളിത് കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഫെർമെൻ്റായി വരും. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് കിഴികെട്ടി ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ മിസ്സായി പോയതാണ്, ഇട്ട വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇതിലേക്ക് കിഴി കെട്ടിയിട്ട് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലൊക്കെ ഉള്ള അഥവാ എന്തെങ്കിലും മുന്തിരിയുടെ വെള്ളം എന്തെങ്കിലും സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു ക്ലോത്ത് കൊണ്ടോ നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റാക്കി ഇട്ടിട്ടില്ല. നമുക്കൊരു വെള്ള തുണി കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ രാവിലെ ഞാൻ മുന്തിരി തിളപ്പിച്ചു, ഉച്ചയോടുകൂടി അത് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അഥവാ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ തന്നെ നമുക്കിത് ഒന്ന് ഇളക്കി, ഫെർമെൻ്റ് ആയിട്ടുണ്ടായെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇളക്കിയിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിപ്പം
ഇതിപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ നല്ല ഉണക്കിയായ ഒരു കയ്യിൽ കൊണ്ട് ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇളക്കിയെടുക്കുക, ഇത് നന്നായിട്ട് തന്നെ ഇളക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫെർമെൻ്റായിട്ട് മുന്തിരിയൊക്കെ എല്ലാം മേളിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കയ്യിൽ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ രീതിയിൽ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്നാകാൻ വേണ്ടി എന്താ പറയുക, ഗോതമ്പ് കിഴി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, അത് കാണുമ്പോൾ അറിയാം നമുക്ക് ആ ഇടയ്ക്കൊരു കിഴി കാണുന്നത്. അത് ഞാൻ ആദ്യം വീഡിയോ മിസ്സായതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിഴി കെട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫെർമെൻ്റായി കിട്ടും. വെറും 1/2 ടീസ്പൂൺ മാത്രമേ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ വീണ്ടും ഇത് ഞാനിപ്പം ഒന്നുകൂടി ഒന്ന് കെട്ടി വെക്കുകയാണ്. പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ മുടി ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു കെട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇരുട്ടുള്ള ഒരു ഭാഗത്ത് കൊണ്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രണ്ടാമത്തെ ദിവസം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇത് ഇപ്പം നല്ല രീതിയിൽ തന്നെ നല്ലൊരു മണമൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പം നല്ലൊരു രീതിയിൽ തന്നെ ഫെർമെൻ്റായി തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഗോതമ്പ് ഇട്ടല്ലോ, അതും കൂടിയാണ് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി വരാൻ കാര്യം. അപ്പോൾ ഇത് നമുക്കിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഗ്ലാസ് ഒരു ബൗൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, ആ ഒരു വൈൻ മാത്രമായിട്ടാണ് എടുക്കുന്നത്. അതിലുള്ള ആ ഒരു മുന്തിരിയുടെ കഷ്ണങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അത് നമ്മൾക്ക് വേണമെങ്കിൽ വീണ്ടും എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ മുന്തിരി വൈനൊന്നും ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു വൈനിൽ മിക്സ് ചെയ്യരുത്. അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വേറൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. കാരണം അതൊരു സെക്കൻഡ് ക്വാളിറ്റി വൈനായിട്ട് വരും. ഇതിപ്പം നമ്മളൊന്നും തന്നെ മിക്സ് ചെയ്യാത്ത, അത് ക്രഷ് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള വൈനാണ് മറ്റേത്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. മറ്റേത് മുന്തിരി നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും മറ്റൊരു കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് കുറച്ച് ഒന്ന് അടിഞ്ഞ് വരുമ്പം അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി 2 ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വൈനാണ് ഇവിടെ. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്ട്രോങ് ആണ്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ല, നല്ല രുചി തന്നെയാണ്. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ വൈൻ ഇടാൻ ഇരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടും. ഈ ഒരു രീതിയിൽ നമ്മൾ വൈൻ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു സാധാരണ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.